ഇത്രയും കാലം ആ നാഗമാണിക്യം നമ്മൾ സൂക്ഷിച്ചില്ലേ, ഇനിയും നമ്മൾ തന്നെ അത് സൂക്ഷിക്കും. ഞാനിവിടെ വന്ന കാര്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും നാഗമാണിക്യമുള്ള സ്ഥലവും എന്റെ ആദിശേഷനെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള ശക്തി നൽകണേ. എക്സ്ക്യൂസ് മീ. ആരാ? ഓ, നിങ്ങളാണോ? ഞാൻ തന്നെ വൺ ആൻഡ് ഓൺലി തൃശ്ശൂർ. പിന്നെ എന്തൊക്കെയുണ്ട്? എന്താ മുഖത്ത് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടല്ലോ? അത് പിന്നെ എന്തോ പറയാൻ വേണ്ടി കുട്ടി എന്നെ വിളിപ്പിച്ചില്ലേ, പക്ഷേ കുട്ടി അതൊന്നും പറഞ്ഞില്ല. ഇതുവരെ കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എന്റെ തല മുഴുവൻ പിരിവെട്ടിയിരിക്കുക. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു തൃശ്ശൂർ. അതൊന്നും സാരല്ലേ, വിട്ടേക്ക് മാഡം. മാഡം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്റെ സ്വപ്നത്തിൽ വരുന്നുണ്ട്. ഇന്നലത്തെ സ്വപ്നത്തിൽ കൂടി നിങ്ങളുണ്ടായിരുന്നേ. സ്വപ്നം എന്തായിരുന്നു അറിയണ്ടേ? ഒരു വലിയ നെൽപ്പാടം. ആ പാടത്തിലൂടെ നിങ്ങൾ എന്റെ മുമ്പിലൂടെ നടക്കുന്നു, നിങ്ങളുടെ പിന്നിലൂടെ ഞാൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സുന്ദരമായ പുഴ അടിപൊളിയായി ഒഴുകി പോകുന്നു. നിങ്ങളൊരു പാറയിലിരുന്ന് വെള്ളത്തിലേക്ക് കാലിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ മെല്ലെ വന്നു നിന്നു. നിങ്ങളെന്റെ കൈകളിൽ പിടിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി. പിന്നെ എന്തുണ്ടായേ? അതിനുശേഷം ഞാൻ നിങ്ങളോട് ചേർന്ന് നിന്നു. നമ്മൾ പരസ്പരം നോക്കി നിന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു, കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ടോ? അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയിന്നേ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്വപ്നം കാണുന്നോണ്ടേ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ലെന്നേ. ഇതിന്റെയൊക്കെ കാര്യം എന്തായിരിക്കുന്നു? തൃശ്ശൂർ, ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ്. അപ്പൊ എല്ലാം ശരിയാവും. ശരി, ആയിക്കോട്ടെ. മാഡം, എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. നോക്ക് തൃശ്ശൂർ, എനിക്കതൊന്നും ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഒന്നും വിചാരിക്കരുത്. നമ്മളിരുവരും ഇതുവരെ പരസ്പരം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അന്നെന്തോ തിരക്കിട്ട് കാണണമെന്ന് പറഞ്ഞായിരുന്നു, എന്തോ പറയാനും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. സത്യത്തിൽ എനിക്ക് ഇനിയും കുറച്ചുകൂടെ സമയം വേണം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഐ എം സോറി. അയ്യോ മാഡം, സോറി ഒന്നും പറയണ്ട. അതൊന്നും സാരമില്ല. നിന്നെ ഇനി എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയും നമ്മൾ തമ്മിൽ ഇനിയും അടുക്കാൻ വേണ്ടിയും എനിക്ക് കുറച്ചുകൂടെ സമയം ആവശ്യമുണ്ട്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. പിന്നീട് ഒരിക്കൽ സംസാരിക്കാം നമുക്ക്. നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒരുപാടുണ്ട് തൃശ്ശൂർ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ വല്ലാത്ത വർക്ക് പ്രഷറിലാണ്. ഓക്കെ മാഡം. മാഡം, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അയ്യോ ഇല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയൊന്നല്ല ഞാനിതൊക്കെ പറയുന്നത്. നമുക്ക് വേറൊരു ദിവസം കാണാം. പക്ഷെ അത് എന്നാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ നീ പൊയ്ക്കോ. ശരി മാഡം, ഞാൻ പോട്ടെ. എന്താ അവൻ പറയുന്നത്? നാഗമാണിക്യം എവിടെയാണെന്ന് മനസ്സിലായോ? അത് നീ എങ്ങനെ അറിഞ്ഞു? സാമ്രാട്ട്, ഞാൻ ചിലപ്പോൾ ചാണക്യനാവും. ആ ദിഗ്വിജയ് മണ്ണുമാന്തി അത് കുഴിച്ചിട്ടാലും ഞാൻ ഭൂമി തുരന്ന് അത് മാന്തിയെടുക്കുന്ന ചാണക്യനാ. നീ മനസ്സിലാക്കിക്കോ. ശരി ശരി, അതെങ്ങനെയാണെന്ന് ആദ്യം പറ. ഞാൻ ദിഗ്വിജയന്റെ വീട്ടിലോട്ട് പോയി. അവന്റെ വീട്ടിലൊരു മൈക്രോഫോൺ വെച്ചു. നന്ദീശനും ദിഗ്വിജയനും സംസാരിക്കുന്നത് മുഴുവനും ഞാൻ കേട്ടു. അവർ രണ്ടുപേരും നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയോ? അതെ. നോക്കടാ, ഞാൻ ഈ തല ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നീ ചെയ്യേണ്ട കാര്യം പറയാം. അവന്റെ വീടിന്റെ അടുത്ത് ചെല്ലണം.
അവരിരുവരും നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നീ അവരെ ഫോളോ ചെയ്ത് നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി വരണം. അപ്പൊ തന്നെ അതങ്ങ് പൊക്കിയാലോ? ഏയ് ഛേ, ഇതൊക്കെയാണ് നിന്നെ മണ്ടാന്ന് വിളിക്കുന്നത്. നീ പോയിട്ട് ആദ്യം അതിരിക്കുന്ന സ്ഥലമൊന്ന് കണ്ടുപിടിക്കുക. ആദ്യം അതവിടെ നിന്ന് എടുക്കാൻ സാധ്യമാണോ എന്ന് നോക്ക്. അടുത്തത് പിന്നെ ആലോചിക്കാം. തിരക്ക് പിടിക്കലട മോനെ, ചത്തുപോകും. ഓർമ്മ വെച്ചോ. സാമ്രാട്ട്, ഇതുവരെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. നാഗമാണിക്യം അവിടുന്ന് മാറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവരത് ചെയ്യും. ഒറ്റത്തവണ നാഗമാണിക്യം ദിഗ്ബന്ധനത്തിൽ നിന്നും പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ അവരത് എവിടെ തന്നെ ഒളിപ്പിച്ചാലും നമ്മളത് സ്വന്തമാക്കും. ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. കഷ്ടപ്പാടുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാനാകും? സമ്രാട്ട്, നീ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഇതുവരെ നിനക്ക് നാഗമാണിക്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു ഡൗട്ട്. അതിപ്പോ ഞാൻ നിനക്ക് പരിഹരിച്ചു തന്നില്ലേ? ഇനി മുന്നോട്ടും ഞാൻ തന്നെ നോക്കിക്കോ. അതൊക്കെ ശരി സാമ്പ, പക്ഷെ ത്രയംബ ഗുരുക്കളുടെ സഹായം വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് നീ അങ്ങ് മറന്നുപോയോ? മറവി എന്നത് ഈ സാംബശിവന്റെ നിഘണ്ടുവിലേ ഇല്ല. ഗുരുക്കൾ എന്തായാലും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഒരു സംശയവും വേണ്ട. എനിക്ക് ഇതൊക്കെ കിട്ടിയുള്ളൂ. ആരും കാണണ്ട. ഇത് കൊള്ളാൻ തോന്നുന്നു. എന്താടാ, എന്തു പറ്റി? നിനക്കെന്താ ഒരു വല്ലായിക? നീ കോഫി പോലും കുടിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല കൊച്ചു മുതലാളി. അത് മൊബൈലിലൊരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ. ആ വീഡിയോയിൽ ഒരാള് പ്രേമത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കായിരുന്നു. അവനെ കണ്ടപ്പോ തന്നെ എനിക്കെന്ത് പാവം തോന്നിപ്പോയി. അമ്മ എന്ന് പറ, ഒരു പെൺകുട്ടിക്ക് നമ്മളോട് എന്തെങ്കിലും ഇഷ്ടം തോന്നാന്ന് വിചാരിക്ക്. എന്തിനായിരിക്കും ആ ഇഷ്ടം തോന്നുന്നത്? എന്തായിരിക്കും അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം? എന്താ തൃശ്ശൂലെ പെൺകുട്ടികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റിയടാ? അയ്യോ അമ്മ, അത് അങ്ങനെയൊന്നുമില്ല. ഉം. മൊബൈലിൽ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി, അതുകൊണ്ട് മാത്രം ചോദിച്ചതാ, വേറൊന്നുമില്ല. വേറൊരു കാര്യം, അമ്മയുടെ ഉത്തരം ചിലപ്പോ കൊച്ചു മുതലാളിക്കും ഉപകാരപ്പെട്ടേക്കും. ദേ നോക്ക്, നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ കുട്ടികളാ. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ ഇന്റർനെറ്റിന്റെ മൊബൈലിന്റെ കാലത്തുള്ളവരെ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മ പറയുന്നേ, ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാലോ. ഞങ്ങളുടെ കാലത്ത് നല്ല സ്വഭാവം ഉണ്ടെന്നാ നോക്കിയിരുന്നേ. അതെ ചേച്ചി, ചേച്ചി പറയുന്നതൊക്കെ സത്യമാന്നേ. പണ്ട് കാലത്തൊക്കെ ജീവിതം വളരെ ഈസി ആയിരുന്നു. ഇപ്പോഴാ കഷ്ടം. ഇപ്പൊ ഇതിനൊക്കെ ആർക്കാങ്ങളെ സമയമുള്ളത്? എല്ലാരും ഭയങ്കര ബിസിയല്ലേ? എല്ലാവർക്കും ടൈം ഒക്കെ ഉണ്ട് മോനെ, പക്ഷെ അതിനുള്ള മനസ്സില്ല, അത്രേ ഉള്ളൂ. സ്നേഹം എന്നത് ഇതിന്റെയൊക്കെ മുകളിലാ മക്കളെ. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയും നിങ്ങളെ ഇഷ്ടപ്പെടില്ല. ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. അമ്മ പറഞ്ഞത് നല്ല കാര്യമാണ്. എന്റെ അമ്മ ഈ പറഞ്ഞു വെച്ച് നോക്കി പ്രേമിക്കുന്ന പോയിട്ട് പെമ്പിള്ളേരുടെ മുഖത്ത് വരെ നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പ്രേമിക്കാൻ പറ്റുമോ അമ്മേ? എടാ മോനെ, കഷ്ടപ്പെട്ടാ മാത്രമല്ലേ എല്ലാം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. നിന്റെ കാര്യം പോട്ടെ, ദിഗ്വിജയന്റെ മകൻ ത്രിവിക്രമൻ, നിനക്കൊക്കെ എന്തോന്ന് കഷ്ടപ്പാട്. ഞാൻ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ, വേറെ എന്ത് ചെയ്യാനാ? നമുക്ക് തളരാത്തൊരു മനസ്സും സത്യസന്ധമായ സ്നേഹവും ഉണ്ടെങ്കിൽ
ഈ ലോകത്ത് എന്ത് നേടാൻ കഴിയും. അതെ, എന്റെ ഇത് സത്യസന്ധമായി ഇഷ്ടമാണെങ്കിൽ ശിവാനിയെ എനിക്ക് തന്നെ കിട്ടും. നന്ദിച്ച, മുതലാളി. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ശരി മുതലാളി. നന്ദീശ, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതെ മുതലാളി. നീ ആ ഭാഗത്തൊന്ന് നോക്ക്, ഞാനിവിടെ പോയി നോക്കാം. ആ ശരി. മുതലാളി, എല്ലാ സ്ഥലത്തും നോക്കി, ആരും കാണാനില്ല. മുതലാളി, കണ്ടപ്പോ സന്തോഷമായില്ലേ? അത് ഇപ്പോഴത്തെ സന്തോഷം മാത്രമാണ് നന്ദിച്ച. എന്നാലും നാഗമാണിക്യം ഇവിടെ ഉള്ള കാര്യം സാമ്രാട്ടോ മറ്റാരെങ്കിലുമോ അറിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതിവിടുന്ന് സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ ഒരു കാര്യം ആർക്കാ ചെയ്യാൻ പറ്റുമോ മുതലാളി? ദുരാഗ്രഹത്തിന് അളവുമില്ല, ദുഷ്ടത്തരത്തിന് അതിരുമില്ല നന്ദീശ. മുന്നും പിന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ നീചകൃത്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നാഗമാണിക്യം നാളെ കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവരുടെ എടുത്തിയാട്ടം കാരണം നാഗമാണിക്യത്തിന് എന്തെങ്കിലും സംഭവിച്ച് അത് ആർക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട്. ഇപ്പോ നാഗമാണിക്യം നമ്മുടെ പരിധിയിലാണ്. ബുദ്ധിപൂർവം തന്നെ ഇതിവിടുന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. മുതലാളി, നമ്മൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതിന് നാഗമാണിക്യം താനേ വന്നു ചേർന്നു എന്നുള്ളതാണ് സാക്ഷി.
പോവാം നമുക്ക്. മുതലാളി, നാഗമാണിക്യം നമ്മുടെ കയ്യിലെത്തി. പക്ഷേ ഇതെങ്ങനെ സംരക്ഷിക്കുക? ഇത് നമുക്ക് ആരും കടന്നു വരാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി സുരക്ഷിതമായി വെക്കണം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്? അങ്ങനെ ഒരു സ്ഥലം എനിക്കറിയാം. വാ. എന്താ ദേവിക്ക് സുഖമല്ലേ? ആ സാറേ, സുഖമായിട്ടിരിക്കുന്നു. സാറേ, സാറിനെ അന്വേഷിച്ച് ഇന്നലെ ഇവിടെ 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളോ? അതാരിപ്പോ? വേറെ ആരാവാനാ? വല്ല ജോലി അന്വേഷിച്ച് വന്നതായിരിക്കും സാറേ. ഇനി സാറിനെ കാണുമ്പോ സാറിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങിച്ചു വെക്കണോന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് സാറിനെ നേരിട്ട് കണ്ടോളാന്നാ പറഞ്ഞു. ചേച്ചി, ഇന്നലൊരു ഫോട്ടോ കാണിച്ചില്ലേ? അയാള് പിന്നെ വന്നോ? ആ, വന്നിട്ടുണ്ടല്ലോ. ആ കിടക്കുന്നത് അയാളുടെ കാറ്. ഇപ്പൊ അകത്തേക്ക് പോയിട്ടുണ്ട്. ചെന്ന് നോക്ക്. താങ്ക്സ് ചേച്ചി. വരട്ടെ ഉമ്മ. സാറേ, സാറിനെ അന്വേഷിച്ച് 2 പെൺകുട്ടികൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ആ നിക്കുന്നില്ലേ, അവരാ. അയാൾ ദേ ഇങ്ങോട്ട് വരും. എന്തെങ്കിലും ചെയ്യുന്നില്ല. ആരാ മോളെ നീ? എന്നെപ്പറ്റി ഇവിടെ അന്വേഷിച്ചതായിട്ട് കേട്ടു. എന്തായിരുന്നു കാര്യം? അത് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണോ? സർ, മെഡിക്കൽ ഫീൽഡാണോ? അത് ഞാൻ മെഡിസിൻ ഫീൽഡിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ശരി. ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. നാളെ ഹോസ്പിറ്റലിലേക്ക് വരും. ഒരുപക്ഷെ നാളെ ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിന്ന് വരില്ല. ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളൂ.